അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള രാജക്കാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തി. രാജക്കാട് വൈസ്മെൻസ് ഹാളിൽ നടന്ന പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജക്കാട് യൂണിറ്റ് ഓഫീസ് അങ്കണത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം ടൗൺ ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ഷാജി പതാക ഉയർത്തിയ ശേഷം നടന്ന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. രാജക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെ അക്ഷമനായിരിക്കുകയാണ്. കാരണം ഇന്ന് മെയ് ദിനമാണ്. ഈ മെയ് ദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ലോക തൊഴിലാളി ദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്ന് 14 ജില്ലകളിലും ഇതേ സമയം തന്നെ യൂണിറ്റ് വാർഷികം നടക്കുകയാണ്. അതൊരു മഹത്തരമായ കാര്യം തന്നെയാണ്. ഇടുക്കി മൊത്തമായിട്ട് 313 യൂണിറ്റുകളും ഇടുക്കി ജില്ലയിൽ തന്നെ 23 യൂണിറ്റും ഉണ്ട് എന്ന് പറയുന്നത് വളരെ അഭിമാനമാണ്. പക്ഷേ ഇവിടെ ഷാജിക്ക് സങ്കടം ഷാജിയുടെ പറഞ്ഞു വേദി അറിയിക്കാൻ. എത്ര അംഗങ്ങളാണുള്ളത്? 218 അംഗങ്ങളാണുള്ളത്. കസേരയിൽ അല്പസമയം കഴിയുമ്പോഴേക്കും അത് നിറയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ട്രൈസൺ മാത്യു സ്വാഗതവും അനൂപ് എം ഉണ്ണി നന്ദിയും അർപ്പിച്ചു. ട്രഷറർ ഇ ജെ ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ ലൈഫ് ലൈൻ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ സെക്രട്ടറി നിസാർ കാസിം, ജില്ലാ ട്രഷറർ സുമേഷ് എസ് പിള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് എ ജെ ജോസ്, രാജക്കാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ബിജു, 8ാം വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി, അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കൈരളി, കമ്പളിക്കണ്ടം യൂണിറ്റ് പ്രസിഡന്റ് ഷാജി, യൂണിറ്റ് ഭാരവാഹികളായ വി എൻ സജി, കെ ആർ ശ്രീജിത്ത്, കെ ജി ജയദേവൻ, കെ എൻ ബിനുമോൻ, വിഷ്ണുപ്രസാദ്, സുരേഷ് ബാബു, എം ആർ രാജൻ, ജോമിഷ് ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വെച്ച് കലാഭവൻ മണി ഫൗണ്ടേഷന്റെ ഓടപ്പഴം അവാർഡ് നേടിയ ഷിജി രാജിനെയും വിദ്യാഭ്യാസ അവാർഡ് നേടിയ അമൃത ബിജുവിനെയും 7 വർഷക്കാലം സംഘടനയെ നയിച്ച ടി കെ ഷാജിയെയും ആദരിച്ചു. തുടർന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പും വിവിധ കലാപരിപാടികളും നടത്തി. പങ്കെടുത്ത അംഗങ്ങളിൽ നിന്ന് നറുക്കെടുപ്പ് നടത്തി ക്യാഷ് അവാർഡുകളും നൽകി. സിറ്റി വിഷൻ, രാജക്കാട്.